ഹലോ ഫിഫ്ത് സ്റ്റാൻഡേർഡ് മക്കാൽസ് വെൽക്കം. യെസ്, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിരുന്നു തന്നെ പറയാം. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ എക്സാമിന്. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാം ആയിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ എക്സാമിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാം, നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നല്ലേ എക്സാം? ഓക്കെ, നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊന്നും എന്ത് ചെയ്യാം പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സിലേക്ക് പോവാം. യെസ്, അപ്പോൾ ആദ്യം വന്നത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്, ഒരു പാസേജ് ആയിരുന്നു. ആ പാസേജിൽ പാസേജ് എന്ന് പറയുമ്പോൾ ഒരു പോയം ആണ്. ആ ഒരു പോയം വായിച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ താഴെയുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യുക. അപ്പൊ ആദ്യത്തെ എന്താ, വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ? എന്തായിരുന്നു അതിന്റെ ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സ്പീക്കറിനും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും കൂടി ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് ചോദിച്ചാൽ അത് സി ആണ് കേട്ടോ. സി എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സി ഓപ്ഷൻ എഴുതിയവർക്കാണ് എന്താ ഒരു മാർക്ക് കിട്ടുക. ഓക്കെ, സി ആയിരുന്നു എന്താ അതിന്റെ ആൻസർ. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ബി. ബി ഏതാണ് ആൻസർ? വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹേർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ബി ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും അതിന്റെ ആൻസർ വരാം? യെസ്, അതും ഓപ്ഷൻ സി തന്നെയാണ് വരിക. അതും ഓപ്ഷൻ സി തന്നെയാണ് അല്ലെ. ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദർ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ സി ഓപ്ഷൻ എഴുതിയവർക്ക് വീണ്ടും ഒരു മാർക്ക്. എങ്കിൽ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? ഈ പോയം വായിക്കുമ്പോൾ എന്ത് ഇമോഷൻ ആണ് ഈ പോയം എക്സ്പ്രസ് ചെയ്യുന്നത്? ആങ്കർ ആണോ, ജോയ് ആണോ, ഫിയർ ആണോ, സർപ്രൈസ് ആണോ? ഇതിൽ ഏതായിരിക്കും ഇമോഷൻ? യെസ്, ഓപ്ഷൻ ബി ആണ്, ജോയ് ആണ് എന്താ ഇമോഷൻ കേട്ടോ. ബി, ഓപ്ഷൻ ബി എഴുതിയവർക്ക് എന്താ വീണ്ടും ഒരു മാർക്ക്. ദെൻ ഡി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. റൈറ്റ് ഓൺ ഓഫ് ദി ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവും അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു ഫൺ തിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രസകരമായ നിമിഷം അല്ലെങ്കിൽ ഫൺ തിങ് എഴുതാനാണ് എന്താ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ഫൺ തിങ് എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത, നമ്മൾ കാത്തിരുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ടാമത്തെ പാർട്ടിൽ വന്നിരിക്കുക, ദാറ്റ് ഈസ് എഡിറ്റിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ് അങ്ങോട്ട് മാറ്റിയിട്ട് അല്ലെ, അത് വേർഡ്സ് തമ്മിൽ എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്തിട്ടു. അതിനകത്ത് ആദ്യത്തെ എ തന്നെ അതായിരുന്നു അല്ലെ, മൈ ഈസ് നെയിം ഐനു എന്നാ കിടക്കുന്നത്. അതെന്താവും എ ക്വസ്റ്റിന്? മൈ നെയിം ഈസ് ഐനു എന്നാവും അല്ലെ. അപ്പൊ നെയിം ഈസ് ആവും. ഓക്കെ, സെറ്റ്. ദെൻ ബിയിൽ അവിടെ എന്താ തെറ്റാ? ആദ്യത്തിൽ എന്താ തെറ്റാ? നെയിം ഈസ് ആവും. യെസ്, അതാണ് തെറ്റ്. അത് ഒന്നാമത്തെ ആൻസർ. ദെൻ രണ്ടാമത്തെ ആൻസർ എന്താ? അവിടെ ബി പോർഷനിൽ എന്തായിരുന്നു? സ്മോൾ ലെറ്റർ ഐ ആണ് അല്ലെ. അതെന്താവണം? ക്യാപിറ്റൽ ലെറ്റർ ഐ ആക്കണം. ക്യാപിറ്റൽ ലെറ്റർ ഐ ആക്കാം. ഓക്കെ, അത് അവിടെ എന്താണ് ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ എന്താണ് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണോ? അല്ല, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. സിമ്പിൾ ആണല്ലേ, വളരെ സിമ്പിൾ അല്ലേ എഡിറ്റിംഗ് ഒക്കെ. ഓക്കെ, ദെൻ മൂന്നാമത്തെ അവിടെ എന്തുവായിരുന്നു പ്രശ്നം? മൂന്നാമത്തേന്റെ അവിടെ എന്തുവായിരുന്നു പ്രശ്നം? പെട്ടെന്ന് പറഞ്ഞേ. മൂന്നാമത്തേന്റെ അവിടെ എന്തുവായിരുന്നു പ്രശ്നം? മൂന്നാമത്തേന്റെ അവിടെ സി പാർട്ടിൽ എന്തായിരുന്നു പ്രശ്നം? യെസ്, അതെ, ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് അല്ലെ. അപ്പൊ എയില് നെയിം ഈസ് എന്നാക്കുക, ബിയില് ഐ ക്യാപിറ്റൽ ആക്കുക, സിയില് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് എങ്ങനെ കറക്റ്റ് ആക്കാം? FRIEND എന്ന് എഴുതിയാൽ വീണ്ടും എന്താണ് ഒരു മാർക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടൊരു എഡിറ്റിംഗ് ചോദ്യം അല്ലായിരുന്നോ? യെസ്, എങ്കിൽ അടുത്തത് ഡി ക്വസ്റ്റ്യൻ. ഡിയുടെ അവിടെ എന്താ വരിക? ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ എന്നാണ്. ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ എന്ന് പറയോ? ഇല്ല. ഷീ ഈസ് എ ഗുഡ് ഗേൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. ദെൻ ഈ പാർട്ടിൽ എന്താ വരിക? ഈ പാർട്ടിൽ വി ഗോ ബൈ സ്കൂൾ ടുഗദർ എന്ന് പറയോ? ഇല്ല. വി ഗോ അത് തന്നെ ടു സ്കൂൾ ടുഗദർ അല്ലെ. വി ഗോ ടു സ്കൂൾ ടുഗദർ എന്നാ എന്താ പറയാ. ഓക്കെ, അപ്പൊ ആദ്യത്തേണ്ടത് നെയിം ഈസ് എന്നാക്കുക. ദെൻ എന്താണ് ഐ സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ആക്കുക. ദെൻ ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക. ദെൻ ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്നാക്കാം. ദെൻ വി ഗോ ടു സ്കൂൾ ടുഗദർ കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 5 മാർക്കും എന്ത് ചെയ്യും? കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദെൻ എന്താണ് നമുക്ക് നോക്കാം. തോട്ട്സ് ആയിരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള തോട്ട്സ് ആയിരുന്നു. ഏതിന്റെയൊക്കെ തോട്ട്സ് ചോദിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ദ നൈറ്റ് അല്ലെ. ചെസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താ ഏത് രാത്രിയാ? അടുത്ത ദിവസം സ്കൂളിൽ പോകണം എന്നൊക്കെയുള്ള ആ ഒരു രാത്രി അല്ലെ, വളരെ അപ്സെറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു രാത്രിയുള്ള അവന്റെ തോട്ട്സ് എഴുതാനാണ്. കുറെ ക്ലൂ തന്നിട്ടുണ്ടല്ലേ. Does Chester like to go to school? Will he miss his home? What will he think about his friends in the forest? എന്ന് പറഞ്ഞ ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാൽ മതി? തോട്ട്സ് എഴുതിയാൽ മതി. സാറ് ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടായിരിക്കേണ്ട പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയിരിക്കുന്ന തോട്ട്സിൽ ഈ പോയിന്റ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. എങ്കിലും സാറ് പറഞ്ഞ കുറച്ച് ഈ ഒരു ഐഡിയാസ് നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഐഡിയ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതേപോലെ ഐ വിൽ മിസ് മൈ ഹോം ആൻഡ് മൈ മദർ. വാട്ട് വിൽ മൈ ഫോറസ്റ്റ് ഫ്രണ്ട്സ് തിങ്ക് ഇഫ് ഐ ഡോണ്ട് ഗോ? എന്നൊക്കെയുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാം? നിങ്ങൾ
നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതല്ലാതെ ഇത് മാത്രം എഴുതി വെക്കരുത്, ഇതിനും ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, തോട്ട്സ് എഴുതുക കേട്ടോ. ഓക്കെ, ഒരു 8 to 9 സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യണം, വേണം. ഓക്കെ, ഈ സെന്റൻസസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. നമ്മൾ പഠിച്ച ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം സാധനമാണല്ലേ വന്നിരിക്കുന്നത്. അവിടെയും കുറച്ച് പോയിന്റ്സ് സാർ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ തോട്ട്സിൽ വേണം. വിൽ ഐ ബി ഏബിൾ ടു പുൾ ദിസ് ട്രെയിൻ, the dolls and toys are crying, I must help them, the children on the mountain are waiting, I cannot disappoint them. അല്ലെ, കാരണം എന്താണ്, മൗണ്ടൈൻ്റെ ആ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ വിഷമിപ്പിക്കാൻ ആർക്ക് കഴിയില്ല, നമ്മുടെ ലിറ്റിൽ ട്രെയിന് കഴിയില്ല അല്ലെ. അപ്പൊ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ലിറ്റിൽ ട്രെയിനിന്റെ തോട്ട്സ് എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതല്ലാതെ വേറെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് സാർ, എഴുതിക്കോ, ഈ പോയിന്റ്സും കൂടി എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചെസ്റ്ററിന്റെ തോട്ട്സും ലിറ്റിൽ ബ്ലൂ എൻജിന്റെ തോട്ട്സും എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിരുന്നു. ഇതിൽ ഏതെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓവർ ക്വസ്റ്റ്യൻ ആണ്, ഒന്നെങ്കിൽ ചെസ്റ്ററിന്റെ എഴുതുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലിറ്റിൽ ബ്ലൂ എൻജിന്റെ എഴുതുക കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പൊ 3 പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് യെസ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പസിൽ ക്വസ്റ്റ്യൻ. പസിൽ വന്നിരിക്കുകയാണ്, വളരെ സിമ്പിൾ പസിൽ ആയിരുന്നു കേട്ടോ. അതിൽ ആദ്യത്തെ എന്താടാ, ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. എക്രോസ് ആണ്, അത് താഴോട്ടാണ്. ഏതോ ഒരു ആനിമൽ ആണല്ലേ, ഏത് ആനിമലാ, തേനൊക്കെ ഇഷ്ടമുള്ള ആനിമലിന്റെ പേര് ഏതാ, യെസ് ബെയർ ആണ് ആ ആനിമൽ. ഓക്കെ, കരടി. ഓക്കെ സെറ്റ്. അപ്പൊ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ, 1 മാർക്ക് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, ഐ ആം ദ ലാർജസ്റ്റ്. യെസ്, അപ്പോൾ നമ്മുടെ റിഡിൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, ബെയർ അല്ലെങ്കിൽ കരടി ആയിരുന്നു ആദ്യത്തത്. എന്താണ്, കേവ്സിലാണ് ഉറങ്ങുന്നത് എന്നൊക്കെ കിട്ടി. അതെന്താണ്, ഐ ലവ് ഹണി അല്ലെ, തേനാണെന്ന് പറഞ്ഞപ്പോഴേ അതൊക്കെ മനസ്സിലായി കാണും. കാരണം എന്താണ്, ഫസ്റ്റ് ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. യെസ്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലെ, ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആൻഡ് ബി ക്വസ്റ്റ്യനിൽ എന്താ, അതിൽ തന്നെ എക്രോസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്, ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് ആൻഡ് ഐ ഹാവ് എ ട്രങ്ക് അല്ലെ. തുമ്പിക്കൈയുള്ള ആനിമലിന്റെ പേര് എന്താ, വളരെ സിമ്പിൾ ആണല്ലേ, ദാറ്റ് ഈസ് എലിഫന്റ്. ഓക്കെ, എലിഫന്റ് ആണ്. യെസ് സെറ്റ്. എലിഫന്റ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിക്കാണും. ഓക്കെ, എലിഫന്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടിക്കാണും. ദെൻ ഡൗണിൽ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, ഡൗണിൽ ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. ആരാ, ഫസ്റ്റ് ലെറ്റർ ബി ആണ്, വളരെ സിമ്പിൾ, 4 ലെറ്റേഴ്സേ ഉള്ളൂ. ഏതാ അത്, യെസ് ബോട്ട്. ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താ, 1 മാർക്ക്. ദെൻ ഐ ആം ടോൾ, ഐ ഹാവ് ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. നീളമുള്ള കഴുത്തൊക്കെയുള്ള ഒരു ജീവി അല്ലെങ്കിൽ ആനിമലിന്റെ പേര് എന്താ, യെസ് ജിറാഫ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ജിറാഫ്. യെസ് യെസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ ഡൗണിൽ, ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. യെസ്, നമ്മുടെ ലിറ്റിൽ എൻജിൻ ഡാറ്റ്കൂട്ടിലൊക്കെ ഉള്ള ആളുടെ പേരാണ്. എന്താ, യെസ് ക്ലൗൺ എന്നാണ് കേട്ടോ. യെസ് ക്ലൗൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് വരിക. ഈ പോർഷൻ ഡൗണിലുള്ളതാണ്, ഇത് എവിടെയാ, എക്രോസിലുള്ളതാണ് കേട്ടോ. യെസ്, അപ്പം ഇത്രയും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർക്സ് മുഴുവനും കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഐ ലവ് ഹണി പറഞ്ഞു, അതേപോലെ ഐ എം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്, ഐ ഹാവ് എ ട്രങ്ക്. ദെൻ എന്താണ്, ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, ഏതാ ബോട്ട് പറഞ്ഞു. ദെൻ ഐ ആം ടോൾ, ടാളസ്റ്റ് ആനിമൽ ഏതാണ്, അതിലുള്ള ലോങ് നെക്കൊക്കെ ഉള്ള ഈ ലീവ്സ് അല്ലെ, ഇലകളൊക്കെ കഴിക്കുന്ന ആനിമൽ ഏതാണ്, ജിറാഫ് എന്ന് പറഞ്ഞു. ദെൻ എന്താണ്, ഐ ആം ഫണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ് എന്നൊക്കെ പറയുന്ന ആളുടെ പേര് എന്താ, ക്ലൗൺ അല്ലെ, ജോക്കർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ ചാപ്റ്ററിൽ. ഓക്കെ, അതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് അതിലുള്ളത് ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഓക്കെ, 2 കോൺവെർസേഷൻ ഉണ്ട്. ഇതിൽ ആദ്യത്തെ കോൺവെർസേഷൻ ഇന്നലെ നമ്മൾ പറഞ്ഞാണ്, ചെസ്റ്ററും ഫ്രണ്ടുമായിട്ടൊരു കോൺവെർസേഷൻ ചോദിക്കും, അതേപോലെ ചോദിച്ചു. അതെ, ചെസ്റ്ററും എന്താണ് ഫ്രണ്ടുമായിട്ടൊരു കോൺവെർസേഷൻ. ഇവിടെ നിങ്ങൾ 4 എക്സ്ചേഞ്ച് എഴുതണം എന്ന് പറയും. ഈ 4 എക്സ്ചേഞ്ച് ഒന്നും കേട്ടിട്ട് പേടിക്കണ്ട. അതായത് ചെസ്റ്ററിന്റെ അടുത്ത് മൊത്തം കൂടി 4 എണ്ണം എന്ന് പറയുമ്പോൾ മൊത്തം കൂടി നിങ്ങൾ ഇനി എഴുതാനുള്ളത് 8 എക്സ്ചേഞ്ച് പറഞ്ഞു കേട്ടോ. അതായത് 8 എണ്ണം പറഞ്ഞു, 4 എക്സ്ചേഞ്ച് പറഞ്ഞാൽ 8 എണ്ണം എഴുതണം എന്നാണ് കേട്ടോ. അതായത് ചെസ്റ്റർ പറഞ്ഞത് ഇനി എത്ര എണ്ണം എഴുതണം, ചെസ്റ്റർ പറഞ്ഞത് ഒരു 4 എണ്ണം എഴുതിക്കോ. അതേപോലെ ഫ്രണ്ടിൻ്റെതും എന്ത് ചെയ്യുക, ഒരു 4 എണ്ണം എഴുതാം കേട്ടോ. ചെസ്റ്റർ പറഞ്ഞത് ഒരു 4 എണ്ണം എഴുതാം, ഫ്രണ്ടിൻ്റെതും എന്ത് ചെയ്യുക, ഒരു 4 എണ്ണം എഴുതാം. ഇതിനകത്ത് ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇവിടെ ഫ്രണ്ട് പറയുന്നത് എന്തായിരിക്കും, ഹലോ ഐ ആം ചെസ്റ്റർ. അപ്പൊ ആദ്യമേ കയറി എന്ത് ചെയ്യോ, കാര്യം പറയൂലല്ലേ, ഹായ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ടിന്റെ പേര് പറയണം. ഫ്രണ്ടിന്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക, ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷൻ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്തുമായിട്ട് ആ ടോപ്പിക് എന്തായിരുന്നു കോൺവെർസേഷന്റെ, ചെസ്റ്റർ ഷെയർ ദ സീക്രട്ട് ഓഫ് കിസ്സിംഗ് ഹാൻഡ് അല്ലെ. ആ ഒരു സീക്രട്ട് എന്ത് ചെയ്യുക, ആ ഫ്രണ്ടിനോട് പറയാം. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സീക്രട്ട് എന്ത് ചെയ്യും, ചെസ്റ്റർ ഫ്രണ്ടിനോട് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, എൻഡ് ചെയ്യിക്കുക കോൺവെർസേഷൻ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. യെസ്. ദെൻ അടുത്ത കോൺവെർസേഷൻ എന്ന് പറയുന്നതും അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് ലിറ്റിൽ ട്രെയിൻ്റെയും ബ്ലൂ എൻജിൻ്റെയും കോൺവെർസേഷൻ. ഓക്കെ, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ രക്ഷിച്ചുകൊണ്ട് ബ്ലൂ എൻജിൻ എന്ത് ചെയ്യും, നമ്മുടെ മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് പോകില്ലേ. അപ്പൊ അവർ തമ്മിൽ നടന്ന കോൺവെർസേഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്, ബാക്കി മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ്. ഏത് സിറ്റുവേഷൻ എഴുതാൻ പറഞ്ഞേക്കുന്നത്, ലിറ്റിൽ ട്രെയിൻ
ലിറ്റിൽ റെയിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ബ്ലൂ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ, നമ്മുടെ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ അടുത്ത്. അപ്പോഴ് ഒരു താങ്ക്സ് പറയുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് എന്താ അവിടെ എഴുതാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം എഴുതിയാൽ മതി. ഈ ട്രെയിനിന്റെ അല്ലെങ്കിൽ എന്താണ് ചെസ്റ്ററിന്റെ കോൺവെർസേഷൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പൊ 5. അതുപോലെ നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. ജസ്റ്റ് ഇൻ ലാസ്റ്റ് പോർഷൻ യെസ് ഒരു പിക്ചർ സ്റ്റോറി ആയിരുന്നു. യെസ് ഒരു പിക്ചർ സ്റ്റോറി ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഒരു പിക്ചർ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ. യെസ് ഒരു ഫോക്സിന്റെയും ഹെന്നിന്റെയും ഒക്കെ കാണാം അല്ലെ. യെസ് ഇത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കൊടുക്കണം, ഒരു പിക്ചർ സ്റ്റോറി എഴുതുമ്പോൾ ആദ്യം അത് കൊടുത്തില്ലെങ്കിൽ മാർക്കില്ല, അത് കൊടുക്കണം. എന്താ അത്, ടൈറ്റിൽ കൊടുക്കണം. ഇന്നലെ കൂടി പറഞ്ഞു തന്നു. യെസ് ടൈറ്റിൽ കൊടുക്കണം. ഈ പിക്ചർ സ്റ്റോറി നിങ്ങൾ എഴുതിക്കോ നിങ്ങളുടേതായ രീതിയിൽ ഇമാജിനേഷൻ ഒക്കെ വെച്ച് എഴുതിക്കോ. പക്ഷേ നിങ്ങൾക്ക് എഴുതുന്ന സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഈ ഒരു പിക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഐഡിയയിലുള്ള ആ ഒരു സ്റ്റോറി എന്ത് ചെയ്യാം, എഴുതാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടിപൊളി എളുപ്പം സിമ്പിൾ എക്സാം ആയിരുന്നു അല്ലെ. യെസ് നമ്മൾ ഇന്നലെ ന്യൂട്ടൺസിന്റെ ലൈവില് 5th പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ അതിൽ കാര്യങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിൽ കണ്ടു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ, ന്യൂട്ടൺസിന്റെ ലൈവിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, ന്യൂട്ടൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, അവരോട് ഡിസ്കസ് ചെയ്യാം, അവരോടും എന്ത് ചെയ്യാം, ന്യൂട്ടൺസിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ സെറ്റ്. അപ്പൊ എല്ലാ മക്കൾക്കും ഇനി എന്ത് ചെയ്യാം, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോളൂ. ബൈ.